കാട്ടാനകളെ കാട്ടിലേക്ക് വിരട്ടി ഓടിക്കുന്ന വനം വകുപ്പ് വാച്ചർ ശക്തിവേൽ 2021 ഡിസംബറിൽ ആനത്തോടരുന്ന പരിപാടി തയ്യാറാക്കാനായി ഏഷ്യാനെറ്റ് സംഘം ഇടുക്കി ചിന്നക്കനാൽ ശാന്തൻപാറ മേഖലയിലെത്തിയപ്പോൾ ആ മാധ്യമ സംഘത്തെ അനുഗമിച്ചത് വനംവകുപ്പ് വാച്ചറായ ശക്തിവേലായിരുന്നു. അക്കാലത്ത് അരിക്കൊമ്പൻ, ചക്കക്കൊമ്പൻ, മുറിവാലൻ അങ്ങനെ കുപ്രസിദ്ധരായ നിരവധി കാട്ടാനകൾ വിഹരിക്കുന്ന മേഖലകളായിരുന്നു ഇടുക്കിയിലെ പൂപ്പാറ, ശാന്തൻപാറ, ചിന്നക്കനാൽ, പന്നിയാർ മേഖലകൾ. വഴിമുടക്കി നിൽക്കുന്ന കാട്ടാനയെ വിരട്ടിയോടിച്ച് കാട് കയറ്റുന്ന ശക്തിവേലിനെ അന്നത്തെ മാധ്യമസംഘം ക്യാമറകളിൽ ഒപ്പിയെടുത്തിരുന്നു. തുച്ഛമായ വരുമാനമാണ് ലഭിച്ചിരുന്നതെങ്കിലും കാട്ടുകൊമ്പന്മാരെ തിരിച്ച് കാട് കയറ്റുന്ന ജോലി ശക്തിവേൽ ഏറെ സ്നേഹിച്ചിരുന്നു. ഓരോ ആനയുടെയും അടയാളങ്ങളും സ്വഭാവവും ശക്തിവേലിന് കാണാപ്പാടമായിരുന്നു. എന്നാൽ 2023 ജനുവരി 25 ഇടുക്കി ജില്ലയിലെ ശാന്തൻപാറ പന്നിയാർ എസ്റ്റേറ്റിൽ വച്ച് വനം വകുപ്പ് വാച്ചറായ ശക്തിവേൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന ഞെട്ടിക്കുന്ന വാർത്ത പുറത്തുവന്നത്. ദിവസങ്ങളായി പന്നിയാർ എസ്റ്റേറ്റിൽ കാട്ടാനശല്യം രൂക്ഷമായിരുന്നു. തേയിലക്കാട്ടിൽ 3 ആനകൾ നിൽക്കുന്നതായി തൊഴിലാളികൾ പുലർച്ചെ ശക്തിവേലിനെ അറിയിച്ചതിനെ തുടർന്നാണ് ശക്തിവേൽ അവിടേക്കെത്തുന്നത്. കനത്ത മൂടൽമഞ്ഞ് നിറഞ്ഞ തേയിലക്കാട്ടിലേക്ക് അദ്ദേഹം കയറി ഏറെ നേരം കഴിഞ്ഞിട്ടും കാണാതായപ്പോഴാണ് ബന്ധുക്കൾ തിരച്ചിൽ ആരംഭിച്ചത്. ഒടുവിൽ തേയിലക്കാട്ടിനുള്ളിൽ ആനകൾ ആക്രമിച്ചു കൊലപ്പെടുത്തിയ നിലയിൽ ശക്തിവേലിന്റെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. വർഷങ്ങളായി കാട്ടാനകളുമായി ഇടപഴകിയിരുന്ന ശക്തിവേലിന്റെ മരണം ബന്ധുക്കൾക്കും നാട്ടുകാർക്കും അവിശ്വസനീയമായിരുന്നു.